ഒരു ദിവസം പൂന്തോട്ടത്തിലെ ചെടികളിലൊന്ന് മറ്റൊരു ചെടിയോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ഇങ്ങനെ തഴച്ചു വളർന്ന് പുഷ്പിച്ചു നിൽക്കുന്നത്? ഇതെങ്ങനെ സാധിക്കുന്നു? എന്നെ നോക്കിക്കേ, ഞാൻ ആകെ വാടി ക്ഷീണിച്ചിരിക്കുന്നു. എൻ്റെ ശരീരം തളർന്നിരിക്കുന്നു. പൂക്കുവാനും കായ്ക്കുവാനും എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ക്ഷീണിതനാണ്. അപ്പോൾ രണ്ടാമത്തെ ചെടി പറഞ്ഞു, സഹോദര, നമ്മൾ രണ്ടുപേരും ഒരേ ചെടിയുടെ വിത്തുകളാണ്. എങ്കിലും വിതയ്ക്കപ്പെട്ട സ്ഥലത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് നമ്മുടെ വളർച്ചയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഞാൻ നനവുള്ള സ്ഥലത്ത് വീണതിനാൽ എനിക്ക് വെള്ളവും വളവും ഊറ്റിയെടുത്ത് വേഗത്തിൽ വളരാൻ കഴിഞ്ഞു. നീ വീണത് മണ്ണു കുറവുള്ള പാറയോട് ചേർന്ന സ്ഥലത്തായതിനാൽ നിനക്ക് ആവശ്യത്തിന് വെള്ളവും വളവും ലഭിച്ചില്ല. ശരിയാണ്. ഒന്നാമത്തെ ചെടി തന്നെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെട്ടു. അപ്പോൾ രണ്ടാമത്തെ ചെടി പറഞ്ഞു, നീ വിഷമിക്കേണ്ട. നിന്റെ വേരുകൾ എൻ്റെ വേരുകൾക്കരികിലേക്ക് വളർത്തൂ. എൻ്റെ വേരുകളിലെ നനവ് നിനക്ക് ഉണർവ് പകരും, നിന്റെ ദാഹം തീർക്കാൻ സഹായിക്കും. പിന്നെ നീ ഭയപ്പെടേണ്ട. നീ ആകാശത്തേക്ക് നോക്കൂ, കാർമേഘം നിറഞ്ഞിരിക്കുന്നു. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. മഴ എല്ലാവർക്കും ഒരുപോലെയാണ്. നിനക്ക് ആവശ്യത്തിന് ജലം ലഭിക്കും. അതിനാൽ പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കാം. രണ്ടാമത്തെ ചെടിയുടെ വാക്കുകൾ ഒന്നാമത്തെ ചെടിക്ക് ആശ്വാസം പകർന്നു. നമ്മുടെ ജീവിതത്തിലും പലതരം മരുഭൂമി അവസ്ഥകൾ വന്നുപോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ചുറ്റും നിന്ന് പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവർ ഏറെയെങ്കിലും നല്ല വാക്കുകൾ കൊണ്ട് ആശ്വാസം പകരുന്ന ചുരുക്കം ചിലരും നമ്മൾക്ക് ചുറ്റുമുണ്ട്. നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അത്തരക്കാരുടെ നല്ല പെരുമാറ്റവും ആശ്വാസവാക്കുകളുമാണ്. വരണ്ടുണങ്ങി പ്രതീക്ഷ മങ്ങിയ നമ്മുടെ മനസ്സുകൾക്ക് സ്നേഹത്തിൻ്റെ നനവ് പടർത്തുന്ന അത്തരക്കാരെ നമുക്ക് ചേർത്തു പിടിക്കാം.